അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനും അവരെ തടയാനുമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ US സായുധ സേനയുടെ ആസ്ഥാനമായ പെന്റഗൺ ഈ കാര്യത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും മെക്സിക്കോ ബോർഡറിൽ പെന്റഗൺ 1000 സജീവ ഡ്യൂട്ടി സൈനികരെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പൂച്ചക്കുഞ്ഞു പോലും അകത്തേക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ കർശന സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഫോർട്ട് ഡ്രമിൽ നിലയുറപ്പിച്ച സൈനികരെ ക്യൂബയിലെ ഗ്വാണ്ടനാമോ ബേയിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ചെയ്യുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഈ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ തടയാനായിട്ട് എടുത്തിരിക്കുന്ന പ്രിക്കോഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ 1000 സജീവ ഡ്യൂട്ടി സൈനികരെ വിന്യസിച്ചു. ന്യൂയോർക്ക് സ്റ്റേറ്റ് ഫോർട്ട് ഡ്രമിൽ നിലയുറപ്പിച്ച സൈനികരെ ക്യൂബയിലെ ഗ്വാണ്ടനാമോ ബേയിലേക്ക് അയക്കുന്നു. രണ്ടാമത് അനധികൃത കുടിയേറ്റക്കാരെ പിടിക്കാൻ നാവികരെയും ഇപ്പോൾ ഗ്വാണ്ടനാമോ ഐലൻഡിന് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 500 നാവികരെയാണ് വിന്യസിച്ചത്. പ്രധാനമായും കടൽ മാർഗവും കപ്പൽ മാർഗവും ഒക്കെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ ഒരു രാജ്യത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. ആ സാഹചര്യം പോലും തടയാനാണ് 500 നാവികരെ ഇപ്പോൾ വിന്യസിക്കുന്നത്. അതിർത്തിയിൽ കമ്പിവേലി കെട്ടുന്ന കാര്യവും ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോൾ പരിഗണനയിലുണ്ട്. അതിർത്തിയിൽ പെട്രോളിംഗ് സേനകൾ നിരന്തരം സജീവമായി പോസ്റ്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഗ്വാണ്ടനാമോ ബേയിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാര് മതിയായ ടെന്റുകളും സൗകര്യങ്ങളും ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അമേരിക്ക പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി പാറ്റ് ഹെഗൻസ് ആണ് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഗ്വാണ്ടനാമോ ബേ എന്ന് പറയുന്നത് ഒരു ജയിൽ തന്നെയാണ് എന്നാണ് വേറെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിനെതിരായിട്ടുള്ള ഇവർ ചാടിപ്പോകാതിരിക്കാൻ 500 നാവികരെയും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കടൽ മാർഗം രക്ഷപ്പെടാതിരിക്കാൻ ഇതൊരു പ്രത്യേകതരം ജയിൽ തന്നെയാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ടെക്സാസിലെ S1100 സൈനികർ പാബോയിലും സാന്റിയാഗോയിലും എത്തിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ US സൈനിക വിമാനം വഴി അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനായി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ത്വരിതഗതിയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക വിന്യാസവും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിയമ നടപടികളും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെറും $500 $100 ഒക്കെ ഇവിടെ വന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ തൊഴിൽ തട്ടിയെടുക്കലാണ് ഇവരുടെ പരിപാടി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി വച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി പറയുന്നത്. തെക്കൻ അതിർത്തിയിൽ നിന്നാണ് പ്രധാനമായും നുഴഞ്ഞുകയറ്റം കൂടുതലായി ഉള്ളത്. അതായത് മെക്സിക്കോ അതിർത്തിയിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം കൂടുതലായി വരുന്നത്. അവിടെയാണ് ഈ നുഴഞ്ഞുകയറ്റം ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. അവിടെയാണ് ആദ്യം 1000 സൈനികരെ വിന്യസിച്ചത്. അവിടെ വാൾ പണിയാനുള്ള, അതായത് മതിൽ കെട്ടാനുള്ള നീക്കവും ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുണ്ട്. പോരാത്തതിന് അനധികൃത കുടിയേറ്റക്കാർ കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾ ഏറ്റെടുത്ത് യുവാക്കളുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തെ അപഹരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാജ്യത്തെ ഒന്നിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3000 അനധികൃത കുടിയേറ്റക്കാരാണ് ട്രംപ് ഗ്വാണ്ടനാമോ ബേയിൽ പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെ മേൽ നാവികർ കർശന നിരീക്ഷണം നടത്തുന്നുണ്ട്. അവർ അസാധാരണ കുറ്റവാളികളാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു രാജ്യത്ത് അതിക്രമിച്ച് കയറുക എന്നുള്ളത്, അനധികൃതമായി താമസിക്കുക എന്നുള്ളത് അസാധാരണമായിട്ടുള്ള കുറ്റവാളികൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇവരുടെ രാജ്യങ്ങൾ പോലും ഇവരെ തിരിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അവർക്കായി ഞങ്ങൾ പ്രത്യേക ആക്ഷൻ പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.